കുറേ ആൾക്കാരെ സംശയമാണ് എന്ത് ഈ ജിമ്മിന് പോയാൽ ജിമ്മാണ് നല്ലത് അല്ലെങ്കിൽ കളരി കരാട്ട കുംഫു ഏതാണ് നല്ലതെന്നുള്ളത്. രണ്ടിൻ്റെ ഗുണവും രണ്ടിൻ്റെ ദോഷവും ഞാൻ പറഞ്ഞുതരാം. കരാട്ട കുംഫു കളരിക്കൊക്കെ പോയാൽ നമ്മളെ മൊമെൻ്റൊക്കെ നല്ല സ്പീഡേക്കാണ്. എന്ത് ചെയ്യുകയാണെങ്കിൽ ആൾ കാണാൻ അത്ര ഉണ്ടാവില്ല, പക്ഷെ എന്തുണ്ടാവും, നല്ല പവറായിക്കാറ്, നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ബോഡി വല്ലാതെ കാണാനുണ്ടാവില്ല, പക്ഷെ ആൾ സ്ട്രോങ് ആയിരിക്കും. മനസ്സായാലും ശരീരമായാലും സ്ട്രോങ് ആയിരിക്കും. ഇനി ജിമ്മിൻ്റെ ഒരു കാര്യം പറയാച്ചാൽ, ജിമ്മിന് നമ്മൾ പോകുമ്പോൾ മസിൽ മാസ് കൂടും. അതുകൊണ്ട് അവൻ്റെ മൂവ്മെൻ്റൊക്കെ എന്ത് ചെയ്യുന്നത്, സ്പീഡ് കുറയും. പിന്നെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളൊന്നും നമുക്ക് കൈകൊണ്ട് ഒരു കളരിയോ അല്ലെങ്കിൽ കരാട്ടെ അല്ലെങ്കിൽ കുംഫൊക്കെ പഠിച്ചാൽ തൊടുന്ന മാതിരി ഇപ്പം ഇങ്ങനെ പുറത്തു കൂടെ ഒരു പോയിൻ്റ് വെച്ചാൽ തൊടാൻ എന്താ ജിമ്മിന് കഴിയില്ല. കഴിയാത്തതിൻ്റെ കാരണം നമ്മൾ മസിലൊക്കെ ഇങ്ങനെ ഫുള്ള് ടൈറ്റായി ഇതായി വരുമ്പോൾ, നമ്മളെ ഓവർ സൈസായി വരുമ്പോൾ നമ്മളെ കൈ നീളം വർദ്ധിക്കണില്ലല്ലോ. അപ്പോൾ ഈ മാസം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് എന്തില്ല, കൈ എത്തൂല. അങ്ങനത്തെ ഒരു പ്രശ്നം. അത് ആ ഒരു എത്താത്ത പ്രശ്നം കൊണ്ട് നമ്മളെന്ത് ചെയ്യും, പഞ്ച് അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് സ്പീഡ് കുറയും. പിന്നെയെന്ന് വെച്ചാൽ ഗുംഫിനൊക്കെ പോകുമ്പോൾ വെച്ചാൽ നമുക്ക് മസിലിന് പിടുത്തം വരില്ല. പക്ഷെ നമ്മൾ ജിമ്മിന് പോയിട്ട് നമ്മൾ ചില ടൈമിൽ ചില വെയിറ്റൊക്കെ വെക്കുമ്പോൾ നമുക്ക് മസിൽ ഇങ്ങനെ കയറാനും ഒരു പിടുത്തൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു മറ്റ് വേറെയുള്ള അഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു സംഭവം വളരെ കുറയും. ഞാൻ രണ്ടും ചൂസ് ചെയ്താണ്, എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നു. ഓക്കെ, ഏതായാലും രണ്ടും ബെസ്റ്റാണ്. പക്ഷേ ഏറ്റവും നല്ലത് ജിമ്മിനേക്കാൾ മറ്റുള്ള കളരി കരാട്ടെ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ രണ്ടും ട്രൈ ചെയ്യണം നല്ലതാണ്. പക്ഷെ ഒന്ന് കാണാനോ ഒരു ഷർട്ടും ഇതൊക്കെ ഇട്ടാലൊന്ന് കാണാനുണ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ജിമ്മിനും കൂടി പോകണം. വേറെ സാധാരണ ഫുഡൊക്കെ കഴിച്ചാൽ നമ്മളൊക്കെ ജിമ്മിന് പോയിട്ട് കുറേ പ്രോട്ടീൻ പൗഡറോ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഫുഡ് കഴിക്കുക, അത് കൃത്യ ടൈമിന് കഴിക്കുക. കൃത്യ ടൈമിന് ആഴ്ച 2 ദിവസം 3 ദിവസം മാത്രം വർക്കൗട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബോഡി കിട്ടും. ഓക്കെ.